ഹായ് സുന്ദരീസ്. സ്കിൻ കെയറിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കും. അതായത് ഏത് ആക്റ്റീവ് യൂസ് ചെയ്യണം, അതെങ്ങനെ കമ്പൈൻ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ളത് ഫോളോ ചെയ്താൽ മതി, പക്ഷെ അത് റെഗുലർ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാം. പക്ഷെ അത് ഞാൻ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യണതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലമ്മിന്റെ ടോണറാണ്. ഞാൻ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്റെ ഫേസ് നന്നായിട്ട് ഞാൻ ക്ലെൻസ് ചെയ്തിട്ടുള്ളതാണ്, അതായത് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണത് സിമ്പിളിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവും, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള താരം എന്ന് പറയുന്നത് സൺസ്ക്രീൻ തന്നെയാണ്. ഇതിലുള്ള പ്രോഡക്ട്സ് ഇത് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ ആ റുട്ടീൻ ഉണ്ടല്ലോ, അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത് നിർബന്ധമായിട്ട് എന്തായാലും ഫോളോ ചെയ്യണം കേട്ടോ. അത്യാവശ്യം സൺസ്ക്രീൻ എടുത്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കഴുത്തിലും അപ്ലൈ ചെയ്യാം. കണ്ടോ, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാനും പറ്റി. പിന്നെ ഒട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. അതിനുശേഷം ലിപ് ബാം. വിഷ് കെയറിന്റെ ഇത് ടിൻഡഡ് ലിപ് ബാം ആണ് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു കളർ ഉണ്ട്. മെയിൻ ആയിട്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ SPF 50 ഉണ്ട്, PA++++ ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ള എല്ലാവരും വിട്ടുവന്ന കാര്യം. നമുക്ക് ബോഡിയിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് കുറച്ചൊരു ലോഷൻ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലും അതേപോലെ കാലിലിങ്ങനെ വെയിലടിക്കുന്ന ഭാഗത്ത് എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്തു, നല്ലൊരു ഹൈഡ്രേഷനും ഉണ്ട്, ഒട്ടും തന്നെ ഒട്ടലില്ല, അടിപൊളിയാണ് കേട്ടോ. ഇതിനൊപ്പം തന്നെ അണ്ടർ ആമിന് വേണ്ടിയിട്ട് ഞാൻ 4% AHA BHA ഉള്ള അണ്ടർ ആം റോൾ ഓൺ ആണ് യൂസ് ചെയ്യണത്. അപ്പൊ ഈ AHA BHA ഉള്ള കാരണം നമ്മുടെ അണ്ടർ ആംസിന്റെ ഡാർക്ക്നെസ് കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല ഫ്രേഗ്രൻസും ഉണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ഹെയറിന് വേണ്ടിയിട്ടുള്ളതും കൂടി കാണിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരു സിറം എടുക്കും, കൂടുതലും എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം ആണ് യൂസ് ചെയ്യുക. അത് കുറച്ച് മാത്രം എടുത്തിട്ട് ഇതിൽ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് മുടിയിൽ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ ഇത് മുടിയിൽ ജടയൊക്കെ കളയുകയും ചെയ്യും, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വെയിലിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്യും കേട്ടോ. കഴിഞ്ഞു, സിമ്പിൾ ആണ്, ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ. പക്ഷെ ഇത് നമ്മൾ റെഗുലർ ആയിട്ട് ലോങ് റണ്ണിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കുഞ്ഞു 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 എഫേർട്സ് ആണ് കൗണ്ട് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നത്.